ഇടുക്കിയിൽ കോൺഗ്രസിനെതിരെ 6 ഇടങ്ങളിൽ വിമതരുണ്ട്. അടിമാലി ഡിവിഷനിൽ DCC അംഗം വിമതരായി മത്സരിക്കുകയാണ്. കുമിളിയിൽ CPI മുൻ ലോക്കൽ സെക്രട്ടറിയും വിമതരായുണ്ട്. ജെയിൻ ചേരുന്നുണ്ട്. ജെയിൻ, പ്രധാനപ്പെട്ട ഏതൊക്കെ നേതാക്കന്മാർ ഇരു മുന്നണികൾക്കും വില്ലന്മാരായി നിലയുറപ്പിക്കുന്നു? പ്രതീക്ഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ UDF-ലാണ് ഏറ്റവും കൂടുതൽ വിമതന്മാർ ഉള്ളത്. അതിൽ കട്ടപ്പന നഗരസഭയിലാണ് അതിരൂക്ഷമായിട്ടുള്ള തർക്കം നിലനിന്നിരുന്നത്. ഇവിടെ ഏതാണ്ട് 12 ഡിവിഷനുകളിൽ വിമതർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷം 10 ഇടത്താണ് പത്രിക സമർപ്പിച്ചത്. എന്നാൽ കഴിഞ്ഞ 2 ദിവസമായി നടന്ന മാരത്തൺ ചർച്ചയ്ക്കൊടുവിൽ 7 ഇടത്ത് ഈ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചിട്ടുണ്ട്. പക്ഷേ 3 ഇടത്ത് അപ്പോഴും വിമതർ ആ സ്ഥാനാർത്ഥിത്വത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതോടൊപ്പം തന്നെ കട്ടപ്പന നഗരസഭയിലെ 17-ാം വാർഡിൽ കേരള കോൺഗ്രസ് സൗഹൃദ മത്സരത്തിന് കൂടി വേദിയാകുന്നു എന്ന പ്രത്യേകതയുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ അടിമാലി ഡിവിഷൻ, ജില്ലാ പഞ്ചായത്ത് അടിമാലി ഡിവിഷനിൽ മുൻ DCC അംഗം, അദ്ദേഹം പാർട്ടി ഭാരവാഹിത്വം രാജിവെച്ചിട്ടാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ ഈ വിമതൻ വലിയ രീതിയിൽ കോൺഗ്രസിന്റെ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇൻഫന്റ് തോമസ് ആണ് ഇവിടെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അതോടൊപ്പം തന്നെ തൊടുപുഴ നഗരസഭയിൽ 2 വാർഡുകളിൽ ഒരു വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ 2 വിമതന്മാരുണ്ട്. അതോടൊപ്പം തന്നെ ഇടവെട്ടി പഞ്ചായത്തിൽ വിമത ശല്യമുണ്ട്. അത് CPI-യിൽ നിന്നാണ്. കുമളിയിലും അതോടൊപ്പം തന്നെ ഇടവെട്ടി പഞ്ചായത്തിലുമാണ് ഇടതു മുന്നണിയിൽ വിമതശല്യമുള്ളത്. ബാക്കിയിടങ്ങളിൽ UDF-ആണ് വിമതശല്യം നേരിടുന്നത്. ഇവർ വലിയ രീതിയിൽ വോട്ട് പിടിക്കുമോ എന്ന ഒരു ആശങ്കയുണ്ട്. കട്ടപ്പന നഗരസഭയെ സംബന്ധിച്ച് കട്ടപ്പനയിൽ AICC അംഗം 3 തവണ നൽകിയത്. അപ്പോൾ കിട്ടേണ്ട വോട്ടുകൾ വിമതന്മാർ വിഴുങ്ങുമോ എന്ന ആശങ്കയിലാണ് മുന്നണികൾ ഉള്ളത്. എല്ലാ ജില്ലകളിലും വിമതശല്യം രൂക്ഷമാണ്. ഇടുക്കിയുടെ ചിത്രമാണ് വ്യക്തമായത്.